ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ നിയമകാര്യാലയ കെട്ടിടത്തിലുണ്ടായ വെടിവെപ്പിൽ ഇറാനിയൻ സുപ്രീം കോടതിയിലെ 2 മുതിർന്ന ജസ്റ്റിസുമാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആയുധധാരിയായ ഒരു അജ്ഞാതനാണ് കൊല നടത്തിയതെന്നും ശനിയാഴ്ച പുലർച്ചെ വെടിവെപ്പിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തുവെന്നും ജുഡീഷ്യറിയുടെ മീഡിയ സെന്റർ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. കോടതിയുടെ വ്യത്യസ്ത ബ്രാഞ്ച് അധ്യക്ഷന്മാരായ ഹുജ്ജത്ത് അൽ ഇസ്ലാം റസാനി, മുജ്ജത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിയാൻ മൊസ്ക എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദേശീയ സുരക്ഷ, ചാരവൃത്തി, ഭീകരവാദം എന്നീ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിൽ സജീവമായി ഏർപ്പെട്ടിരുന്നവരാണ് കൊല്ലപ്പെട്ട ജഡ്ജിമാരെന്നും ഇരുവരും ധൈര്യവും പരിചയസമ്പന്നരുള്ളവരുമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. 2 ജഡ്ജിമാരുടെ മുറികളിലേക്ക് കൈത്തോക്കുമായി ഒരാൾ കടന്നുകയറ്റം നടത്തുകയും വെടിവെക്കുകയുമായിരുന്നുവെന്ന് ജുഡീഷ്യറിയൽ വക്താവ് അസ്ഗർ ജഹാംഗീർ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനോട് പറയുകയും ചെയ്തു. ഇയാൾ ആരാണെന്നോ എന്തായിരുന്നു ഉദ്ദേശമെന്നോ വ്യക്തമായിട്ടില്ല. കുറ്റവാളിക്ക് സുപ്രീം കോടതിയിൽ മുമ്പ് കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും പരിക്കേറ്റതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ പറ്റിയും അന്വേഷണം നടക്കുകയാണ്. 1998 ടെഹ്റാൻ ജുഡീഷ്യറിയുടെ തലവനായി സേവനമനുഷ്ഠിക്കുമ്പോൾ ജസ്റ്റിസ് ഇസ്ലാം റസീനി ഇത്തരത്തിൽ വധശ്രമത്തിന് വിധേയനാവുകയും ചെയ്തിരുന്നു. ഇറാനിൽ ഇപ്പോൾ സംഭവങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സമാധാനം ഇപ്പോൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യവും നിലനിൽക്കുകയാണ്. ജഡ്ജിമാർക്ക് പോലും വധശ്രമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വരുന്ന വീഴ്ച എത്രത്തോളം അപകടകരമാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇറാനിയൻ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ സുരക്ഷിതമായിട്ട് താമസിക്കാനോ അതുപോലെ തന്നെ പുറത്തിറങ്ങാനോ കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ യുദ്ധത്തിന് ഇത്തരത്തിലുള്ള ഒരു ഭീതി പടരുന്ന സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം ഭീതി പടർത്തിക്കൊണ്ടേയിരിക്കും.